എന്തിനാ പിള്ളേരെ എപ്പോഴും ഉപദേശിക്കുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഭയങ്കര ഉപദേശം കൊടുക്കുന്ന? അവര് വലുതാവുമ്പോ അതൊക്കെ അവർ താനേ ശരിയായിക്കോളും. ഇപ്പോഴേ ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നീ മനസ്സിലാക്കണം നമ്മൾ പിള്ളേരെ ഉപദേശിക്കണോ വേണ്ടേന്ന്. ഒരു സ്ഥലത്ത് ഒരു പ്രതിയെ തൂക്കിലേറ്റാൻ വിധിക്കുകയാണ്. ആ ഒരു വലിയ തെറ്റ് ചെയ്തതിന്റെ പേരിൽ തൂക്കിലേറ്റാൻ വിധിച്ചു. അപ്പൊ അവസാനം എന്താണ് ആഗ്രഹമെന്ന് അവിടുത്തെ പോലീസുകാരൻ ചോദിച്ച്, നീ മരിക്കാൻ പോവില്ലേ, നിന്റെ ലാസ്റ്റ് ആഗ്രഹം എന്തിനാണെന്ന് ആ പോലീസുകാരൻ ചോദിച്ച്. ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് എന്റെ അമ്മയെ കാണണം. അപ്പൊ പോലീസുകാരൻ വെച്ച്, ഓ എന്ത് സ്നേഹം അല്ലേ, ആ അമ്മയുടെ എന്ത് സ്നേഹം, കാരണം അവസാനം മരിക്കാൻ പോണ സമയത്ത് പോലും എന്റെ അമ്മയെ കാണണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ അമ്മയെ കൊണ്ടുവന്നിട്ട് അമ്മ എന്തിനു ചെയ്തെന്ന് അറിയാമോ, അടുത്തോട്ട് ചെന്ന് എന്റെ മോനെ കാണാലോ എന്ന് പറഞ്ഞ് അടുത്തോട്ട് തന്നു, ജയിലിന്റെ അടുത്തോട്ട്. അപ്പൊ അവിടെ ജയിലിന് ഒരു ഗ്രില്ലില്ലേ, ആ ഗ്രില്ലിന്റെ അടുത്തുനിന്ന് അമ്മയെ കണ്ടപ്പോഴത്തേക്കും ഈ മോൻ പറഞ്ഞു, ഇങ്ങ് വാ അമ്മേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തോട്ട് ചെവി കൊണ്ട് ചെന്ന സമയത്തേക്ക് ഈ മോൻ ചെയ്തൊരു കാര്യമുണ്ട്, ആ ചെവി കടിച്ച് കീറി അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അടുത്തുനിന്ന് പോലീസുകാർ എന്ത് ചെയ്ത്, ഈ അമ്മേനെ വേറെ ദ്രോഹിക്കാതിരിക്കാൻ പിടിച്ചു മാറ്റി. എന്നിട്ട് ഈ പോലീസുകാരൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് ഈ അമ്മേനെ കടിച്ച് കീറിയെന്ന് ചോദിച്ചു. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറിയ സമയത്ത്, എന്റെ കൊച്ചു സമയത്ത് ഞാൻ ഒരു സൈക്കിൾ മോട്ടിച്ചോണ്ട് വന്നു. ആ സമയത്ത് എന്റെ അമ്മ എന്നെ ഉപദേശിച്ചില്ല. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ മോട്ടിച്ചോണ്ട് വരും, അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മക്കളെ ആരും അറിയല്ലേ, നീ ഒളിപ്പിച്ച് വെക്കണേന്ന്. അങ്ങനെ അവസാനം ഞാൻ ഒരു വീട്ടിൽ മോട്ടിക്കാൻ കയറുന്ന സമയത്ത് ആ വീട്ടുകാർ ഉണർന്ന സമയത്ത് ഞാൻ അതിന് ചെയ്ത് ആ സ്ത്രീയെ ഒന്ന് ചവിട്ടിയതാണ്. ആ ചവിട്ടില് ഈ സ്ത്രീ പോയി വീണ് തലയിടിച്ച് മരണപ്പെട്ടു പോകും. അതിന്റെ പേരിലാണ് എന്നെ ശിക്ഷിക്കുന്നത്. എന്റെ അമ്മ ആ ചെറുപ്പത്തിലെ ആ സൈക്കിൾ ഞാൻ ആദ്യമായി മോട്ടിച്ച സമയത്ത് എന്നെ തിരുത്തിയിരുന്നെങ്കിലും എനിക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്റെ അമ്മയുടെ ചെവി ഞാൻ കടിച്ചു കയറിയതെന്ന് ആ മകൻ എടുത്ത് പറയും. ഈ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? കുട്ടികൾ ചെറിയ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേ ചെറിയ രീതിയിൽ നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക, അവരെ മനസ്സിലാക്കാൻ നോക്കുക. അടിക്കുകയല്ല ചെയ്യേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ നമുക്കും വരാൻ ചാൻസ് ഉണ്ട്.